സർ, ഞാൻ ഈ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ശ്രദ്ധിച്ചു കേൾക്കണം. ഭാരതാംബയാണ് ചർച്ചാ വിഷയം. രാജ്ഭവനില് പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് പുഷ്പാർച്ചനയൊക്കെ നടത്തുന്നത് നമ്മുടെ കൃഷിമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പോകുന്നു. കാരണം പ്രധാന വിഷയം അവിടെ ഭാരതാംബ ചിത്രം. പക്ഷെ പിന്നീട് ഭാരതാംബയല്ല വിഷയം, അതിലെ കാവിക്കൊടിയാണ് വിഷയം എന്നുള്ളത് പിന്നീട് വരുന്നു. അതിനുശേഷം ഇന്നലെ കാണാം CPI നേതാക്കൾ ഞങ്ങൾക്ക് ഭാരതാംബയല്ല ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ഇതൊക്കെ നടത്തി, ചടങ്ങ് നടത്തിയിട്ട്, ചടങ്ങ് മീൻസ് പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു തൈയൊക്കെ നട്ട് ഒപ്പം അവർ ചെയ്ത ഒരു കാര്യമുണ്ട്. എനിക്കത് അവിടെയാണ് രസമായിട്ട് തോന്നിയത്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ്. ഭാരത് മാതാ എന്നുള്ളത് ഒരാളുടെ മാത്രമല്ല, ഇത് സ്വാതന്ത്ര്യ സമരകാലത്ത് മുതൽ ഉള്ള ഒരു മുദ്രാവാക്യമാണ്. അത് എല്ലാവർക്കും സ്വന്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭാരത് മാതാ കി ജയ്, അവിടെയാണ് ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ ഭാരതാംബ ഞങ്ങളുടേതല്ല, പക്ഷെ ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം ഞങ്ങളുടേതാണ്. വാസ്തവത്തിൽ രഞ്ജിനി, ഞാൻ ധന്യനായി. എന്ത് പറഞ്ഞാൽ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായിട്ട് AESFലൂടെ കോളേജിലൂടെ ഒക്കെ വളരുന്ന കാലത്ത് AESFൻ്റെ അനുഭാവിയായി, കോളേജ് യൂണിയൻ്റെ ഒരു ഭാരവാഹിയായി ഒക്കെ പ്രവർത്തിച്ചാണ്. വലിയ ആവേശമായിരുന്നു CPI എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഇന്ത്യയോടുള്ള അവരുടെ ഈ ഭാരത മാതാവായിട്ട് അവർക്ക് സങ്കല്പിക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് അതെനിക്കില്ലായിരുന്നു. എപ്പോഴും ഭാരതമാതാ, ഇന്ത്യയുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് എന്നെ എപ്പോഴും ആവേശം കൊള്ളിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോഴും അതില്ല. അപ്പോൾ CPI ഇതിൽ നിന്ന് വ്യതിചലിച്ചൊരു പന്താവ് സ്വീകരിച്ചു പോയപ്പോൾ, വ്യതിചലിച്ചെന്ന് പറഞ്ഞാൽ നേരത്തെ അവർക്കില്ലായിരുന്നു, പക്ഷെ നാളെയെങ്കിലും അത് സത്യമാവും എന്നുള്ള വിശ്വാസം, അതോടൊപ്പം തന്നെ സ്ഥിതി സമത്വം നാളെ വരും എന്നുള്ള ഒരു വിശ്വാസത്തോടും കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞങ്ങളെപ്പോലെയുള്ള പലരും ആ കാലഘട്ടത്തിൽ 70-കൾ 80-കളൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ ആകർഷണം. സോഷ്യലിസ്റ്റ് സ്വപ്നഭൂമി വരും, എല്ലാവരും ഒരേ രീതിയിൽ പണമുള്ളവരായിട്ട് മാറും, നമുക്ക് കൂടുതൽ പണക്കാരുടെ സമ്പത്ത് നമുക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം. നാളെ വരും, വളരെ വൈകാതെ അത് വരുമെന്ന് വരും. പിന്നെയാണ് പറഞ്ഞത് ഇപ്പോഴെങ്കിലും വരില്ല, സോഷ്യലിസം വരാം, പിന്നെയും സമയമെടുക്കും, നമ്മുടെ പുരുഷായുസ് തീർന്നു പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ലിബറലായിട്ടുള്ള സാമ്പത്തിക ഉദാരവത്കരണത്തിലൂടെ പാവപ്പെട്ടവരിപ്പോൾ കണ്ടോ 27% നിന്ന് 5% കുറഞ്ഞു. അതാണ് മുതലാളിത്തത്തിൻ്റെ ഗുണം. മറ്റേതോ ഈ 5% ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ സർവത്ര കൂടുതൽ പേരിലേക്ക് പട്ടിണി വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് CPIയുടെ സലാം പറഞ്ഞുകൊണ്ട് ഞാനൊരു പാർട്ടിയിലും ഇല്ലേ എന്ന് പറഞ്ഞ് നിലയുറപ്പിച്ചത്, നിരീക്ഷകനായത്. പക്ഷേ ഇപ്പോൾ ഞാൻ ധന്യനായി. ഞാൻ ആദ്യമായിട്ട് CPIയുടെ സഖാക്കൾ എന്ന് തന്നെ വിചാരിക്കട്ടെ, അങ്ങനെ ആണല്ലോ നമ്മൾ വിളിച്ചിരുന്നത്, ആ സഖാക്കളിൽ നിന്ന് ഭാരത് മാതാ കി ജയ് എന്നൊരു മുദ്രാവാക്യം CPIയിൽ നിന്ന്. CPI ഇപ്പോൾ കൂടുതൽ ശൗര്യം കാണിക്കുന്നത്, BJPക്കെതിരെ വലിയ ശൗര്യം. പണ്ടും അങ്ങനെ ആയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അതിശക്തമായിട്ട് കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് സംഘശക്തികളെ എതിർത്തത് CPI ആണ്. CPI എന്നവരോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. ചരിത്രം ഇപ്പം തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ അന്ന് ഞങ്ങളുടെ പാർട്ടിയാണ് ലൈനാണ് ശരിയെന്ന് EMS നമ്പൂതിരിപ്പാട് CPIയെ കളിയാക്കിക്കൊണ്ടും പറഞ്ഞിരുന്നു. ഇപ്പോൾ CPI നിന്ന നിലപാടിലേക്കാണ് CPM വന്നിരിക്കുന്നത്. അത് വേറൊരു കാര്യം. അപ്പോൾ ഈ അമ്മ എന്ന് വിളിക്കാൻ അവർക്ക് കഴിയും. അമ്മ എന്ന് പറയാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ സ്നേഹിക്കുന്ന ആൾ അമ്മ തന്നെ, ഒരു സംശയമില്ല. ആ അമ്മ തന്നെയാണ് എനിക്ക് ഭാരതമാതാവ്. ഞാൻ സ്കൂളിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിരുന്നു. ഞാൻ ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നൊക്കെ ചൊല്ലിക്കൊടുത്തത് ആ ഒരു അമ്മ എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ എന്നെ അങ്ങനെ ഒരു അമ്മയുണ്ടെന്നല്ല ആവേശഭരിതനാക്കും. അങ്ങനെ തന്നെ അല്ലേ സഖാക്കളെ നിങ്ങൾ സോഷ്യലിസ്റ്റ് പിതൃഭൂമി എന്ന് വിളിച്ചത് സോവിയറ്റ് യൂണിയനെ? ഇന്ന് തകർന്ന് തരിപ്പണമായെങ്കിലും ശരി, നിങ്ങൾ ആ യുക്രൈനോട് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നെങ്കിലും ശരി, ആ സോവിയറ്റ് യൂണിയൻ നിങ്ങളെന്താ വിളിച്ചിരുന്നതിനെ? പിതൃഭൂമി. അപ്പോൾ എന്താ പിതൃഭൂമി എന്ന് വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല, മാതൃഭൂമി എന്ന് വിളിക്കാൻ വലിയ പ്രശ്നമാണ്. ഈ വാർത്ത വന്നിരിക്കുന്ന ഏതാ? മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിൽ. അവിടെ ഇല്ലേ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാർത്ത കൊടുക്കുകയും അതിന് അനുകൂലമായിട്ട് എഡിറ്റോറിയൽ എഴുതുകയും ചെയ്യുന്ന പത്രത്തിൻ്റെ പേര് മാതൃഭൂമി. KP കേശവമേനോനിട്ട പേര്. അവിടെ അമ്മയില്ലേ? നിങ്ങളുടെ പത്രത്തിൻ്റെ മാസ്റ്റ് ഹെഡിലില്ലേ അമ്മ? ആ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ രാജ്യത്തെ എൻ്റെ അമ്മയായിട്ട് തന്നെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒന്നായതുകൊണ്ട് അമ്മയായിട്ട് തന്നെ സങ്കല്പിക്കുന്നു. എനിക്കത് പറയുന്നതിന് ഒരു നാണക്കേടുമില്ല.
അതുകൊണ്ട് എൻ്റെ പുരോഗമന ആശയങ്ങളൊക്കെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഞാനങ്ങനെ സ്നേഹിക്കുന്നു. അതാണ്, ഞാനൊരു ഇന്ത്യനാണ്, ഞാനിവിടെ ജനിച്ചു, എൻ്റെ അമ്മ എന്നെ ജനിപ്പിച്ചു, അതുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതോളായി. അതുകൊണ്ട് ഈ നാട്ടിൽ ഞാൻ ജനിച്ചു, ഈ നാടിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്. ശരിക്കും ഈ ഗവർണറുടെ രാജ്ഭവനിൽ നടന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തന്നെ ഒരു നിലപാടില്ല. CPM-നും CPI-ക്ക് രണ്ട് നിലപാട്. ആദ്യം പറയുന്നു ആ ഭാരതാംബ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങളുടെ നിഘണ്ടുവിലില്ല, ഞങ്ങൾക്കത് നോക്കേണ്ട കാര്യം, അതുകൊണ്ട് ഞങ്ങൾ പൂജിക്കാം, അതുകൊണ്ട് കൃഷിമന്ത്രി ഇറങ്ങിപ്പോകും. അതിന് തൊട്ടടുത്ത നിമിഷം പറയുന്നു ഭാരതാംബയുടെ ഇത് ചിത്രം ഭൂപടം തെറ്റാണ്, പഴയ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ഭൂപടമാണ്, ഇതല്ല ഭാരതാംബ, പണ്ട് വരച്ചിരുന്ന ഭാരതാംബ വേറെയാണ്, ഇപ്പോഴത്തെ ഭാരതാംബ RSS സംഘപരിവാർ ഉണ്ടാക്കിയ ഭാരതാംബയാണ്. അതങ്ങനെ പറയുന്നു. പിന്നീട് പറയുന്നു അതൊന്നും അല്ല വിഷയം, എന്തിനാണ് സംഘപരിവാറിന്റെ ഈ കൊടി ഭാരതാംബ പിടിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾക്കത് വിഷയം. അപ്പൊ എന്താണ് അവർക്ക് പറയേണ്ടതെന്നുള്ള ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന നിലപാടുകളാണ്. CPM ഒരു ഭാഗം പറയുന്നു, CPI അവസാനം കൊണ്ടുവന്ന് ഒരു കീജയും വിളിച്ചേക്കുന്നു, ഭാരത് മാതാ കീജയ്. അപ്പൊ അതിന് ഇനിയിപ്പോ MA ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ഭാരത് മാതയില്ല, അത് CPIയുടെ ഇതാണ്, ഞങ്ങൾക്ക് ഭാരത് മാതയില്ല, ഞങ്ങൾക്ക് ഭാരതാംബയുണ്ട്, ഫോട്ടോയുണ്ട്, പക്ഷെ അതിനകത്ത് കൊടി വെച്ചതാണ് ഞങ്ങൾക്ക് പ്രശ്നം. ശരിക്കും ഇവരെന്താണ്? ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് തേന്മാവിൻ കൊമ്പത്ത് ആന്ന് തോന്നുന്നു, ആ സിനിമയ്ക്കകത്ത് നീ ആരാണെന്ന് ഞാൻ പറയുമ്പോ നീ പറഞ്ഞോ എന്നൊരു ആശയക്കുഴപ്പത്തില. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുഴുവൻ അങ്ങനെയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇപ്പോൾ ആശയക്കുഴപ്പത്തില്ല, യോജിപ്പ് വരുന്നില്ല. ഫാസിസം, കേന്ദ്ര ഗവൺമെൻറ് ഫാസിസ്റ്റ് ആണെന്ന് CPI പറയുന്നു, കുറച്ച് വീര്യം കൂടിയ പേരിടാം. ഇവർ അതേസമയം CPM പറയുന്നത് നവ ഫാഷിസ്റ്റ് എന്നേ ഉള്ളൂ എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അത് പോട്ടെ. ഒന്ന്, ഈ P പ്രസാദ് എന്ന് പറയുന്ന മന്ത്രി ചെയ്തത് വലിയൊരു അപമാനമാണ്. അത് ചെയ്തത് അവനീന്ദ്രനാഥ ടാഗോർ, നമ്മുടെ നൊബേൽ സമ്മാനം നേടിയ കവിയായ ഋഷി തുല്യനായിട്ടുള്ള സ്വാതന്ത്ര്യ സമര നേതാവായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനിയനായിട്ടുള്ള അവനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രമാണ് ഗവർണർ ഇവിടെ വെച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൻ്റെ മുമ്പിൽ പോയി പരിപാടിയിൽ ഇങ്ങനോട് വിളക്ക് കത്തിക്കണമെന്ന് പോലും ആരും പറഞ്ഞില്ല. ഒന്ന് വന്നാൽ മതി, ഒന്ന് വരുന്നതിന് എന്താ കുഴപ്പം? ഗവർണറാണ് ടാഗോർ വരച്ച ചിത്രമല്ല, അത് വേറെയാണ്, ഇത് വേറെയാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവരൊന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഇപ്പൊ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഭാരതാംബയുടെ. അതിലൊരു ക്ഷേത്രത്തില് അതിന്റെ ഉദ്ഘാടനം നടത്തിയതും മഹാത്മാഗാന്ധിയാണ്. ആ ഒരു ചിത്രത്തിൽ തന്നെ ഉണ്ട്, സിംഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഭാരതാംബ, കൊടി പിടിച്ചിരിക്കുന്ന ഭാരതാംബയുടെ ഒരു വിഗ്രഹമൊക്കെ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഭാരതാംബ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. അതിൽ വസ്ത്രം മാറ്റിയത് കൊണ്ട് അമ്മ അല്ലാണ്ടാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ അമ്മ ഒരു കൊടി മാറ്റിയത് കൊണ്ട് അമ്മ, അതൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് ഇത്രയും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ വരേണ്ട കാര്യമുണ്ടോ? 100 മറുപടികളുണ്ട്. പിന്നെ എല്ലാം പറയാൻ സമയമില്ല, ഞാൻ പറയും. ഇവർ പറയുന്നു പഴയ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിനെ കുറിച്ചുള്ളൊരു ചർച്ചയ്ക്കല്ലല്ലോ പ്രസാദിനെ വിളിച്ചത്, ഒരു തൈ നടാനല്ലേ. ആ തൈ നടാനുള്ളതിൻ്റെ പിന്നിലുള്ള ചിത്രം പൊളിറ്റിക്കൽ മാപ്പല്ലാത്ത പഴയ അഖണ്ഡ ഭാരതമായാലെന്താ കുഴപ്പം, അഖില ലോകമായാലെന്താ കുഴപ്പം? ഒരു ഗ്ലോബിൻ്റെ പടം വെച്ചാൽ, ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പടം വെച്ചാൽ, അല്ലെങ്കിൽ ഈ ബ്ലൂ പ്ലാനറ്റ് എർത്തിൻ്റെ പടം വെച്ചാൽ അതാകുമായിരുന്നില്ലേ കൂടുതൽ ഉചിതം? ഇതിലും വലുതായിട്ടുള്ള ഒരു ചിത്രമല്ലേ വേണ്ടിയിരുന്നത്? അവിടെ അഖണ്ഡ ഭാരതം വെച്ചതിൽ എന്താ കുഴപ്പം അവിടെയുള്ളത്? പൊളിറ്റിക്കൽ മാപ്പല്ല, പൊളിറ്റിക്കൽ ഡിബേറ്റ് അല്ലല്ലോ ഇത്. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ വസുധൈവ കുടുംബകമെന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ. അപ്പം നമ്മൾ വയ്ക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും കൂപമണ്ഡൂകങ്ങളെ പോലുള്ള ചിത്രങ്ങളല്ല, വിശാലമായി ലോകാ സമസ്ത സുഖിനോ എന്ന് നമ്മൾ അവിടെ ചിന്തിക്കണം. അല്ല, ഒരെണ്ണം കൂടെ ഉണ്ട് രഞ്ജിനി, തീർന്നില്ല, ഉത്തരങ്ങൾ തീർന്നില്ല. ഞാൻ കുറേ ആകുമ്പോൾ ഞാൻ നിർത്തിക്കോളാം. ദി ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൻ്റെ നോക്കൂ, മാസ്റ്റ് ഗഡിൽ എന്താണ് പടമുള്ളത്? അതിൻ്റെ എഡിറ്റോറിയൽ, നിങ്ങൾ ഏറ്റവും അധികം ആരാധിക്കുന്ന ആ പത്രത്തിൻ്റെ മാസ്റ്റ് ഗഡിലും അതുപോലെ തന്നെ എഡിറ്റോറിയൽ പേജിൻ്റെ മുകളിലും കാണുന്നത് ഭാരതാംബയുടെ ചിത്രമാണോ? അത് മനസ്സിലാക്കാനുള്ള വിവരമെങ്കിലും വേണം. അത് ഭാരതാംബയാണ്. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ ദുർഗാപൂജ എന്ന് പറയുന്നത്? അവിടെ ആരാ ബംഗാളി നടത്തുന്നത്? കമ്മ്യൂണിസ്റ്റുകാരല്ലേ നടത്തുന്നത് ഏറ്റവും കൂടുതൽ? നിങ്ങൾ തെയ്യങ്ങൾ നടത്തുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് അവിടെ നടത്തുന്ന ഒന്നാണ് ദുർഗാപൂജ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത്. അത് അമ്മയാണ്, ദുർഗാമാതാവാണത്. നിങ്ങൾക്കറിയുമോ അത്? നിങ്ങൾ ശബരിമലയിൽ എന്തിനാ ആവേശം കാണിക്കുന്നത്? നിങ്ങൾ ഈ അമ്പലങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡിൽ എന്തിനാണ് നിങ്ങൾ കയറി ഭരിക്കുന്നത്? അവിടെ എല്ലാ അമ്മമാരുണ്ട്, മലദൈവങ്ങളുണ്ട്, മലയമ്മമാരുണ്ട്. നിങ്ങൾ അതിലൊന്നും വിശ്വാസം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീകാത്മകമായിട്ടൊരു ചിത്രം കൊടുക്കുമ്പോൾ അതെന്താ? നിങ്ങൾ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം വെച്ചിരിക്കുന്നുള്ളൂ നിങ്ങളുടെ കൊടിയിൽ, അത് വെച്ച് കൊയ്യാൻ കൊള്ളാമോ? അത്
ഇതൊക്കെ സിംബോളിക് വാല്യൂ ആണ്, പ്രതീകാത്മകമാണ്. നമ്മുടെ രാജ്യം ഒരു കാലത്ത് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ മാപ്പ് അവിടെ വെച്ചിരുന്നതുകൊണ്ട്, രാജ്ഭവനിൽ ഇരിക്കുന്നതുകൊണ്ട് ചൈന നമ്മളോട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, അഫ്ഗാനിസ്ഥാൻ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. ഒരു രാജ്യവും യുദ്ധം ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒന്നിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഇന്ത്യയെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യലിസ്റ്റ് പിതൃഭൂമിയുടെ അതിൻ്റെ ബാധ കയറിയിരിക്കുകയാണ്. സോഷ്യലിസ്റ്റ് പിതൃഭൂമി അത് മാത്രം മതി, മാതൃഭൂമി വേണ്ട. ഇപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾക്ക് ഭാരതമാതാവുണ്ട്, പക്ഷേ ഭാരതാംബയില്ല. അമ്പയും അമ്മയും എല്ലാം ഒന്നു തന്നെയാണ് ഗോവിന്ദ്ജി, അതെങ്കിലും മനസ്സിലാക്കുക. അതിനെ അമ്മയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന അങ്ങനെ ഒരു അമ്മയുണ്ടെന്നല്ല. അമ്മയോട് എന്നിട്ട് നമുക്ക് അമ്മയെ ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് തരുന്നൊരു അമ്മയല്ലത്. നമ്മുടെ സങ്കല്പത്തിൽ നമ്മുടെ സ്നേഹം, നമ്മുടെ ബഹുമാനം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരമ്മ, അതുമാത്രമാണ് നമ്മളുടെ കവികൾ പറഞ്ഞതുപോലെ നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ആരോഗ്യ നികേതനവും ഒക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മളുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വമാണ്. നിരവധി മതങ്ങളാണ് ഇതിനകത്ത് വിശ്വാസം അർപ്പിച്ച് ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. അതിൽ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, പാഴ്സി, ഈ പറഞ്ഞ ഹിന്ദുവാണ് ഭൂരിപക്ഷത്തെ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ നിരവധി മതവിഭാഗങ്ങൾ വരുമ്പോൾ, ഇപ്പൊ മുസ്ലിം ഞങ്ങൾക്ക് അങ്ങനെ ഭാരതാംബയൊന്നുമില്ല, ക്രിസ്ത്യൻസും പറയും ഞങ്ങൾക്ക് അങ്ങനെ ഭാരതാംബ, ഞങ്ങൾക്ക് ജീസസ് ക്രൈസ്റ്റ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, പക്ഷേ അതിൽ അത്തരത്തിലുള്ള ഒരു സംഗതി വരുമ്പോൾ ഇതൊരു ഭരണഘടന നിയമപ്രകാരം വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പം സ്വാഭാവികമായിട്ട് രാജ്ഭവനിൽ ഇത്തരത്തിലുള്ള ഒരു ഇത് വെച്ചാരാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. മതേതരമായതുകൊണ്ട് ഇത് വെച്ചുകൂടാ. പക്ഷേ അതിന് ആൻസർ ഞാനൊരിത് എൻ്റെ ഉള്ളിലുള്ള ഒരു ഇത് പറയാം, പക്ഷെ സാറിൻ്റെതായ രീതി പറയാം. എൻ്റെ ഉള്ളിലൊരിത് പറയുന്നത്, ഭാരതം എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ ഒരു ചരിത്രമുണ്ട്, ഒരു പൈതൃകമുണ്ട്. ആ ചരിത്രത്തിനനുസരിച്ചാണ് ഓരോ രാജ്യങ്ങളും ജീവിക്കുന്നത്. രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുണ്ട്. കൂടുതലും ഹൈന്ദവരാണ് അതുകൊണ്ടാണല്ലോ ഭാരതം രണ്ടായിട്ട് വെട്ടിപ്പിളർന്ന് കീറിയത്. ഒന്ന് പാകിസ്ഥാൻ മുസ്ലിം ആൾക്കാർക്ക്, ഒന്ന് ഹിന്ദു. കാരണം ഇവർ യോജിച്ചു പോകാത്തത് കൊണ്ടാണ്. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ കുറച്ച് മുസ്ലിം വിഭാഗക്കാർ വന്നു, പക്ഷെ അവരെ നമ്മൾ അംഗീകരിക്കുകയും ഒപ്പം ക്രിസ്ത്യൻ ഇവരെല്ലാം വന്നു ചേർന്നവരാണ്. ഭാരതം എന്ന് പറയുന്നത് ഒരു ഹിന്ദു വിശ്വാസി അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു രാജ്യം തന്നെയാണ് എന്ന് തന്നെയാണ് പൈതൃകം അല്ലെങ്കിൽ ചരിത്രം പറയുന്നത്. ആ ചരിത്രം, അപ്പോൾ രാജ്യത്തിൻ്റെ ചരിത്രം അതിനോട് ചേർന്നാണ് എപ്പോഴും എല്ലാ രാജ്യങ്ങളും മുൻപോട്ട് വന്നത്. ഇപ്പോൾ ഇസ്രായേൽ ആണെങ്കിലും, പലസ്തീൻ ആണെങ്കിലും, ഇനി അമേരിക്ക ആണെങ്കിലും, ജർമ്മനി ആണെങ്കിലും, ഇനി ഓരോ രാജ്യങ്ങൾക്കും അതാത് ബ്രിട്ടൻ ആണെങ്കിലും അവരുടെ ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നത് പോലെ ചരിത്രങ്ങളെ വെച്ചുകൊണ്ട് തന്നെ പുതിയ പുതിയ രീതിയിൽ അതിനെ ഈ പറഞ്ഞ വ്യതിചലിച്ചുകൊണ്ട് പോകുന്നതുണ്ട്. പക്ഷെ ചരിത്രം തന്നെയാണ്, പൈതൃകം തന്നെയാണ്. ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അത് സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചും അതിന് മുന്നേ കിട്ടിയ ഒരു സങ്കല്പമാണ്. അത് ഒരു ഒത്തൊരുമയുടെയാണ്. അവിടെ ഒന്നുമില്ല, എല്ലാ വിഭാഗങ്ങളും ഒന്നാണ്. ഭാരതാംബ എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് ഭൂമി എന്ന് പറയുന്ന ഒരു ദേവിയായിട്ട്, സ്ത്രീയായിട്ടാണ് കാണുന്നത്. അതിനെ ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല, CPM-നോ CPI-ക്കോ കഴിയുന്നില്ല എന്നുള്ളതല്ലേ ശരി? തീർച്ചയായിട്ടും അത് തന്നെയാണ്. തന്നെയല്ല, ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട രഞ്ജിനിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ അമ്മ എന്നുള്ള സങ്കല്പത്തിന് പിന്നിൽ ഒരു മേട്രിയാർക്കൽ സംസ്കാരമുണ്ട്. മേട്രിയാർക്കൽ മാതൃദായ ക്രമത്തിൻ്റെ, നമ്മുടെ അങ്ങനെ ആയിരുന്നല്ലോ കുടുംബങ്ങളിലും കൂട്ടുകുടുംബങ്ങളിലും മാതൃദായ ക്രമം. സ്ത്രീകളെ നമ്മൾ ബഹുമാനിച്ചിരുന്നു, അവരെ ഭരണകർത്താക്കളായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവരാണ്. അങ്ങനെ ഒരു അംഗീകാരം അവരുടെ ആങ്ങളമാരാണ് കാര്യത്തിന് വേണ്ടി പ്രവർത്തികൾ ചെയ്യുന്നത്, കർമ്മം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ആ സഹോദരി പറയുന്നതിന് അല്ലെങ്കിൽ അതിനപ്പുറം, ഓപ്പോൾ പറയുന്നതിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പറയുന്ന പോലെയാണ് കുടുംബങ്ങൾ നടന്നിരുന്നത്. ആ ഒരു കാലഘട്ടം, ആ മാട്രിയാർക്കൽ പ്രവണതയുള്ള ഒരു സംസ്കാരമാണ് നമ്മുടേത്. അമ്മയെ ബഹുമാനിച്ചിരുന്ന, അമ്മ ഭരണം നടത്തിയിരുന്ന ഒരു സമൂഹം, അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ഒരിക്കലും മറ്റ് സംസ്കാരങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. സോവിയറ്റ് യൂണിയൻ നോക്കൂ, പേട്രിയാർക്കൽ സൊസൈറ്റി, കുതിരപ്പുറത്ത് പോയി വാളും കൊണ്ട് പട നയിക്കുന്നവരാണ് അവിടെ അല്ല അമ്മയല്ല. ഇവിടെ അമ്മ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കുട്ടികളെ അവരുടെ പ്രജനനത്തിന് വേണ്ടി, അതുപോലെ തന്നെ അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഏറ്റവും അധികം ത്യാഗം ചെയ്യുന്ന ഒന്ന്, അതാണ് അമ്മ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഝാൻസി റാണി മുതൽ ഉണ്ണിയാർച്ച മുതൽ നിരവധി സ്ത്രീകളാണ് കൂടുതൽ, സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നമ്മൾ പഹൽഗാം ആക്രമണത്തിന് മുന്നിട്ട് നിന്ന ഒരു വക്താവ് തന്നെ ഒരു സ്ത്രീ
സ്ത്രീയാണ് അല്ലെ, സൈനിക മേധാവിയായിട്ട് വന്നത് സ്ത്രീയാണ്, രണ്ട് സ്ത്രീകളും. അപ്പം ഇത്തരത്തിൽ ഭാരതം എപ്പോഴും സ്ത്രീകൾക്ക് കുറച്ചുകൂടി മുൻഗണന നൽകിയും ഒരു സ്ത്രീ സങ്കല്പമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത്. അതിനോട് യോജിക്കുവാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എന്നുള്ളതല്ല. അവിടെ ഒരു മതത്തിൽ വിഷം കലർത്തി അതിനെ വേറെ രീതിയിൽ തിരിക്കാതെ ഭാരതം എന്നുള്ളത്, ഭാരതാംബ എന്നുള്ള ഒരു സ്ത്രീ സങ്കല്പമാണ്. അത് നമ്മുടെ സാർ പറയുന്നത് സിംബോളിക് ഒരു സൈൻ കൊടുക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങൾ കൂടി ഒരു സൈൻ, ഇന്ദിരാഗാന്ധി അല്ലേ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വന്ന്, അപ്പൊ അത്തരത്തിൽ നമ്മുടെ സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു രാജ്യം എന്നുള്ള രീതി ഈ ഒരു സിംബോളിക് ചിഹ്നത്തെ അല്ലെങ്കിൽ ഈ ഒരു ഭാരതാംബ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അവർ മാറ്റുന്നത് അതൊരു വിഷം കലർത്തുകയല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രശ്നം. ചില മതങ്ങളെ സംസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു കരാർ തൊഴിലാളിയാണ്, പുരുഷന് വേണ്ടിയിട്ടുള്ള നിർമ്മിക്കപ്പെട്ട ഒരു ഭോഗവസ്തു മാത്രമാണ്. പക്ഷെ നമ്മുടേത് മാത്രമാണ് ഇവരെ ഇങ്ങനെ തന്നെ വളരെ ദേവിക്ക് തുല്യമായിട്ടൊരു സ്ഥാനം പോലും കൊടുത്തിട്ടുള്ളത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നൊക്കെ പറയുന്നത് ശാരദാദേവി എന്ന് പറയുന്ന ദേവിയായിട്ട് തന്നെയാണ് കണക്കാക്കിയിരുന്നത്. അത്തരം ഒരു വീരശിവജി അങ്ങനെ തന്നെയാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ അത്തരം ഒരു സംസ്കാരത്തിൻ്റെ പിൻഗാമികളാണ്, അനന്തരാവകാശികളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അമ്മ എന്നുള്ള സങ്കല്പം നമ്മുടെ ജനറ്റിക്കലായിട്ട് തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ചില ഈ പ്രത്യയ ശാസ്ത്രങ്ങളൊക്കെ അവിടെയെല്ലാം അമ്മ എന്ന് പറയുന്ന സങ്കല്പമില്ല. അത് തന്നെയാണ് ഗോവിന്ദൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഭാരതാംബയില്ല, ഭാരതമാതാ എന്ന് പറയുന്ന അവർ അംഗീകരിക്കാൻ കാരണം മഹാത്മാഗാന്ധി അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഭാരതമാതാ ക്ഷേത്രത്തിൽ പോയിട്ടുമുണ്ട്, സന്ദർശിച്ചിട്ടുമുണ്ട്. അവിടെ മതപരമായിട്ടുള്ള യാതൊരു ചിഹ്നങ്ങളും എന്നില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ അരുൺ വരെ റിപ്പോർട്ടർ ചാനലിൽ അങ്ങനെ മതപരമായ ചിഹ്നമല്ല ഭാരതാംബയെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഈ രാജ്ഭവനിലേക്ക് പോയിക്കൂടാ? മതപരമായ ചിഹ്നമല്ലല്ലോ അത്. ഇവിടെ ഉള്ളതല്ല അവിടെ ഉണ്ട്, അവിടെ ഉള്ളതല്ല ഇവിടെയുണ്ട്. എന്തുകൊണ്ട് മന്ത്രിക്കൊന്ന് പോയി ഇതൊരു അഭിമാന പ്രശ്നമാക്കിയെടുത്ത് രാഷ്ട്രീയവൽക്കരിച്ച് ഞങ്ങൾ കൂടുതൽ വിപ്ലവകാരികളാണ് എന്ന് വരുത്താൻ പറയുന്നത് വിഡ്ഢിത്തമാണ്. കാരണം നിങ്ങൾ നടത്തുന്നത് വിഡ്ഢിത്തമല്ല, ജനാധിപത്യ പ്രക്രിയയാണ്. ടോക്കൻ കുഴലിലൂടെയാണ് വിപ്ലവം വരുന്നതെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഇന്ത്യയിൽ ഒരു കാലത്തും നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ വിപ്ലവം കൊണ്ടൊന്നും ആളുകളെ പറ്റിക്കാം എന്ന് വിചാരിക്കേണ്ട. ഇത്തരത്തിലുള്ള ഒരു ബോധോദയം എനിക്ക് സന്തോഷം. അവരെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കാൻ ഈ ഗവർണർക്ക് കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതുല്യമായ കഴിവ് തന്നെയാണ് അത് വിളംബരം ചെയ്യുന്നത്.